Allah. ജയിലിലെ മുട്ടയ്ക്കുന്നു ഇപ്പൊ സ്വാമില്ലാതെ വന്നിരിക്കുക. അത് ഭായി പച്ചമുട്ട കുടിച്ചോണ്ട് തോന്നിയായിരിക്കും. ഈ പച്ചമുട്ടയുടെ ഗുണം സാറിന് അറിയാൻ മേലാഞ്ഞിട്ട. ഇത് കുടിച്ചു കുടിച്ചല്ലേ എന്റെ ശരീരം ഇതുപോലായത്. പിന്നൊരു കാര്യം, സൂപ്രണ്ട് സാറോട് പറഞ്ഞേക്കണം, ഞമ്മക്ക് കുറച്ച് ഫോലും ബ്ലേഡ് വാങ്ങിത്തരാൻ. പറയാം. ഇവിടുത്തെ കത്തി കൊണ്ട് പഠിച്ച് മുഖം പട്ടി കടിച്ചു പോലെ. സാറിന് വന്നേ, ഞമ്മക്കൊരു കാസറ്റ് വേണം. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയ കാസറ്റ്. മനസ്സിലായി. ഞമ്മക്ക് കുടിക്കാൻ ചൂടുവെള്ളം റെഡി ആയിക്കോളാൻ പറ. ഇത്തവണ നമ്മൾ ഗംഭീരമാക്കും. അടുത്തായിട്ട് നോക്കാം. വരുന്നുണ്ടല്ലോ പാട്ടൊക്കെ പാടി. നീ അവിടെ പോയി കിടക്കായിരുന്നു. രാവിലെ റിഹേഴ്സലിന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഇവന് പൊട്ടു പിടിക്കാം. ഇതോടെ നിൽക്കറേ വാക്മാൻ. ഇതെന്റെ കൊച്ചാപ്പാന്നതാണ്. നിന്റെ കൊച്ചാപ്പയല്ലടാ കഴിഞ്ഞ മാസം മരിച്ചത്. എടാ, ഇത് കഴിഞ്ഞ മാസം മരിച്ച കൊച്ചാപ്പയല്ല, ഈ മാസം മരിക്കാൻ നടക്കണ ഒരു കൊച്ചാപ്പയുണ്ട്. മരിക്കാൻ നടക്കണ കൊച്ചാപ്പേ? നടക്കണ കൊച്ചാപ്പയല്ലടാ, മരിക്കാൻ കിടക്കണ കൊച്ചാപ്പ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടാ, ഇന്നലെ കോട്ടയത്ത് ദുബായിക്കാരുടെ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോ കണ്ടാണല്ലോ. എടാ സത്യം പറ, ഇത് അവിടെ നിന്ന് പൊക്കിയതല്ലേ? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് താഴ്ത്തിയതാണ്. പണ്ടൊരിക്കൽ പാവയെ താഴ്ത്തിന് അനുഭവിച്ച് അറിയാമല്ലോ. അത് താഴ്ത്തിയതല്ല, അത് പൊക്കിയതാണ്. അത് പൊക്കിയതാണ്. അങ്ങനെ പൊക്കിയിട്ടാണ് അവന്മാര് നമ്മളെ പൊക്കാൻ വന്നത്. താങ്ക്സ്. സോറി. എന്താ എത്ര തിരക്ക്? ഞാൻ മൊത്തത്തിൽ അല്പം തിരക്കില്ല. നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടണം, വിശദമായിട്ട് സംസാരിക്കണം. അതെ, മിനിറ്റിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദം എടുക്കുന്നത് ഞാൻ അവരുടെ. എന്താ ഇത്? സാരമില്ല, വിഷമിക്കാതെ, എനിക്കൊന്നും പറ്റില്ല. എന്താടാ? കാഞ്ഞിരപ്പള്ളിയിൽ ബോംബ് വീണാ? കാഞ്ഞിരപ്പള്ളിയിൽ എന്നിട്ട് ചങ്കിലാ ബോംബ് വീഴാൻ പോകുന്നു. സന്ധ്യയെ പെണ്ണ് കാണാൻ വരുന്ന ആര്? കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പാർട്ടിക്കാരൻ. ഉടനെ കല്യാണം നടത്തി കാനഡയിലേക്ക് അയക്കാനാ പരിപാടി. റിഹേഴ്സൽ എടുക്കാനും പ്രോഗ്രാം നന്നാക്കാനും ഒന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. ഓരോരുത്തരുടെ കല്യാണം പ്രോഗ്രാം ഒക്കെ ആണല്ലോ പ്രധാന വിഷയം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിന്നെ പോലെ കാണുന്ന പെമ്പിള്ളേർക്കൊക്കെ എഴുത്തു കൊടുത്ത് നടന്നാൽ ആരും പ്രേമിക്കാൻ വരില്ല. തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിക്കും. അതെ, ഞാൻ സന്ധ്യക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. നീ പറഞ്ഞേക്ക്, അച്ഛൻ വരികയാണെങ്കിൽ പറയണം. സന്ധ്യക്ക് ഫോൺ ചെയ്യണമെന്ന് പറയാം. അല്ല, സന്ധ്യക്ക് ഫോൺ ചെയ്യാതെ അല്ലെന്ന് പറയാം. അതല്ലടാ, അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് പറയണം അച്ഛൻ വരുന്നെന്ന്. അത് ഞാൻ പറയാം. ഇവിടെ നോക്കി. അയ്യോ, എന്താ പറയുന്നത്? ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ അറിഞ്ഞാലെന്താ? പരിപാടി ബുക്ക് ചെയ്യുന്ന അച്ഛൻ അറിയാൻ പാടില്ലേ? അച്ഛൻ അറിയാൻ പാടില്ലാത്ത കള്ളത്തരത്തിനൊന്നും ഞാനില്ല. അപ്പൊ പരിപാടിക്കാണല്ലോ. സന്ധ്യക്ക് ഒരു 6:30 മണിക്ക്. ഹലോ, 3000 രൂപയിൽ ഒരു പൈസ കുറച്ച് കലാദർശനയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. സോറി. ആരാ സംസാരിക്കുന്നത്? വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണച്ചോ. ഞാൻ സംസാരിക്കാം. എന്താ പറയുന്നത്? പെണ്ണാണച്ചോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാന്ന്.
ഹലോ സെക്രട്ടറി. സാബു അല്ല, ഫാദർ തറക്കണ്ട. ആരാ സംസാരിക്കണേന്ന്? ഹലോ ഹലോ. കട്ട് ചെയ്തു. എന്തിനാണ് കട്ട് ചെയ്തത്? കട്ട് ചെയ്തതല്ലോ, ഡിസ്കണക്ഷൻ ആയതല്ലേ. അതെന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഡിസ്കണക്ട് ആവുന്നത്? ചിലപ്പോൾ അച്ഛനെ പേടിച്ചിട്ടേ. എന്നെ പേടിക്കാൻ ഞാൻ ഫോണിൽ കൂടി ആ സെക്രട്ടറിയെ പിടിച്ച് വിഴുങ്ങോ? വേണ്ട, അച്ഛന്റെ നമ്പർ കാണിച്ച് ചിരിപ്പിക്കണ്ട. താങ്കൾ വന്നേ. ഓ, ആ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്ന എന്തിനാണെന്ന് അറിയോ? ഇല്ല. അച്ഛൻ മരിച്ചു കഴിയുമ്പോ മാലയിട്ട് പടം വെക്കാൻ. അല്ല, കർദിനാൾ മരിച്ചു കഴിയുമ്പോ മെത്രാന്റെ പടം വെക്കാൻ അല്ലേ? അല്ല, നിനക്കത് മനസ്സിലാവില്ല. ഇവനറിയാം. ഇവൻ ഇങ്ങനെ പോയാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ഇവനെ തല്ലിക്കൊല്ലും. അപ്പൊ ഇവന്റെ ഒരു ഫോട്ടോ മാലയിട്ട് ഇവിടെ വെക്കേണ്ടി വരും. അയ്യോ, എന്താ വേണ്ടി വരുമോ? വേണ്ടോ? മോനെ വന്നേ. എത്തിയല്ലോ ഹിപ്പോപ്പൊട്ടാമസ്. യവനെയൊക്കെ കാവൽ നിർത്താൻ പോയ നിന്നെ വേണം തല്ലാൻ. അത് ശരിയാണ്. എന്നാ തല്ലടാ. നീ അത് മറ്റടത്ത് നോക്കി നിന്നിരുന്നു. ആര് നോക്കിയത്? ഞാനല്ലേ നോക്കിയത്. ആ പെണ്ണാണ് എന്നെ നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ പെണ്ണിനെ നോക്കിയത്. അപ്പൊ ആ പെണ്ണ് എന്നെ നോക്കിയടാ. അപ്പോഴാണ് അച്ഛൻ എന്നെ നോക്കിയത്. എടാ, സന്ധ്യയുടെ ഒരു വിവരം അറിയാൻ പറ്റിയിട്ടില്ല. നീ ഒന്നും വിഷമിക്കണ്ട. കല്യാണം കലക്കി തന്ന പോരെ. എങ്ങനെ? അതിനൊരു വഴിയുണ്ടടാ. പറ. കല്യാണത്തിന്റെ അന്ന് വെളുപ്പിനെ നമുക്ക് സന്ധ്യയുടെ കുളിമുറി കയറി ഒളിച്ചിരിക്കാം. എന്തിന്? കുളിക്കാനാ? എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ആലോചിക്കാം. കല്യാണത്തിന്റെ അന്നാക്കണ്ട. നീ ഇന്നേ ആ ബാത്റൂമിൽ പോയിരുന്ന് ആലോചിക്കും. അത് കറക്റ്റ്. കല്യാണം മുടക്കാൻ എന്റെ കയ്യിൽ ബെസ്റ്റ് ഒരു പ്ലാൻ ഉണ്ട്. അതെന്റെ കയ്യിലുണ്ട്. ഈ ജംഗ്ഷനിൽ വരാതെ ഒരു വണ്ടിക്കും സന്ധ്യയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇടനി വല്ല കുറുക്ക് വഴിയുടെ അങ്ങനെ അവർ നടന്നു പോയാലോ? ഒന്ന് പോടേ. എന്താണ് വരുന്നത്? നടന്നാണോ വരുന്നത്? പിന്നെ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. അബദ്ധങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ നിന്റെ അല്ലേ, കാഞ്ഞിരപ്പള്ളിക്കാരെ കണ്ടാൽ ഇങ്ങനെ തിരിച്ചറിയും. എടാ, പെണ്ണ് കാണാൻ വരുന്ന ഒരു സ്റ്റൈലുണ്ട്. കാനഡയിൽ എഞ്ചിനീയർ ആകുമ്പോ നല്ല വെളുത്ത് സുന്ദരനായി എന്നെ പോലെ ഇരിക്കും. അതുമല്ല, കാഞ്ഞിരപ്പള്ളിക്കാരനാണെങ്കിൽ നല്ല റബ്ബർ പാലിന്റെ മണമുണ്ടാവും നിന്നെ പോലെ. ചവിട്ടീന്റെ കോട്ടയം രജിസ്ട്രേഷനാ. നിറച്ച ആൾക്കാരും ഉണ്ട്. ഇതെന്നെ സംഭവം. പറഞ്ഞോ. നീ ജീവിച്ചിരിക്കില്ലെങ്കിൽ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. ജോണിക്കുട്ടി ഇവനെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നവർ തന്നെയല്ലേ? തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ 2 ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത്. എന്തൊരു പരീക്ഷയാണിത്. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ കാണാൻ പോകുന്ന പെൺകുട്ടി യവനുമായി ഘോര പ്രേമത്തിലാണ്. ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് വേറെ വിവാഹം നടക്കുകയാണെങ്കിൽ യവൻ പിന്നെ ജീവിച്ചിരിക്കില്ല മുതലാളി. അയ്യോ, കരയാതെ ജോണി. അതെ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. മുതലാളി നല്ല ബുദ്ധിയുള്ള ആളാ. നമ്മൾ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയും ക്ഷേമൂഷിയും മുതലാളിക്കുണ്ട്. അല്ലേ മുതലാളി? ഇപ്പൊ എങ്ങനെയുള്ളൂ? തനിക്ക് കമ്മീഷൻ കിട്ടിയാൽ മതിയല്ലോ. അയ്യോ, അവര് വലിയ കുടുംബക്കാരാ. ഓരോടുന്ന് അവന്റെ ഒരു കുടുംബ മഹിമ. പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് നേരിൽ കാണാൻ പറ്റി. പക്ഷെ നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നാൽ മിണ്ടരുത്, വണ്ടിക്കാറ്. വളരെ സന്തോഷം. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ നാടിന്റെ ആവശ്യം തന്നെ. മുതലാളിയെ പോലുള്ളവരുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അവരട്ടെ. പെട്രോൾ ഉണ്ടല്ലോ. വണ്ടി വീട്ടിലാണ്. നേരെ റിവേഴ്സ് എടുത്ത് പോയാൽ മതി. എന്തിനാന്ന് അവര് പോയത് കരഞ്ഞു പോയതാണ്. ഒന്ന് ഫോൺ ചെയ്തു. 1 10 ചെയ്യും സാറേ. ഹലോ സന്ധ്യ, ഞാനാണ് സാബു. കാഞ്ഞിരപ്പള്ളിക്കാരുടെ കല്യാണം കലക്കിയിട്ട് എന്താ അവിടുത്തെ റിയാക്ഷൻ? കല്യാണം കളിക്കുന്നു? ആര്? സന്ധ്യയെ കാണാൻ അവര് വന്നപ്പോ നമ്മുടെ ഉണ്ണി നിസാമും കൂടെ വഴി തടഞ്ഞു നിർത്തി ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചയച്ചില്ലേ? സാബു എന്തായി പറയുന്നേ? അവരോട് വന്ന് എന്നെ കണ്ടിട്ട് പോയല്ലോ. വന്ന് കണ്ടിട്ട് പോയെന്നോ? എടാ, നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരെ കലക്കി വിട്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെന്ന് സന്ധ്യ കണ്ടിട്ട് പോയെന്നാണല്ലോ പറയുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാർ കലങ്ങില്ലടേ.
കാഞ്ഞിരപ്പള്ളിക്കാരെ ഞങ്ങളല്ലേ കലക്കി വിട്ടത്. ഇതുപോലെ കാഞ്ഞിര വെച്ചത് ആരുമായിരിക്കും. ആ കാഞ്ഞിരപ്പള്ളിക്കാരെ ഞങ്ങളല്ലേ കലക്കി വിട്ടത്. ഞങ്ങൾ സാബു എന്തൊക്കെയായി പറയുന്നേ? കല്യാണം ഉടനെ തന്നെ നടത്തണമെന്ന് തീരുമാനം എടുത്തിട്ട് അവര് പോയത്. സാബുവിന് എല്ലാം ഒരു തമാശയാ. ഇതിൽ ആള് മാറിപ്പോയതായിരിക്കും. ആള് മാറിപ്പോയതായിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം. ലൈൻ ക്ലിയർ ആയില്ലേ സാറേ? ലൈൻ ക്ലിയർ ആവാതെ പിന്നെ സംസാരിക്കാൻ പറ്റും. ഇല്ല, മറ്റേ ലൈൻ. അതൊന്ന് ക്ലിയർ ആക്കാനുള്ള പാടാണോ ഈ പറഞ്ഞത്? മറന്നു നീ കല്യാണം കിടക്കൂലേ? എന്റെ പൊന്നച്ചോ, അവൻ ഈ കല്യാണം മുടക്കും. പയ്യന്റെ കാഞ്ഞിരപ്പള്ളിയിലെ വീടും വിലാസവും ഒക്കെ സന്ധ്യ വഴി അവൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കളിയൊന്നും വേണ്ടാന്ന് അച്ഛൻ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരേ ഒരു മോളാണച്ചോ. ഈ മിമിക്രിയും കാണിച്ച് നടക്കുന്നവന് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണമെന്നാ അച്ഛൻ പറയുന്നതെങ്കില് അത് പറ. കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല. സാബു അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അച്ഛനാ നഷ്ടം. മിമിക്സ് ഗ്രൂപ്പിലേക്ക് വേറൊരാളിനെ നോക്കേണ്ടി വരും. അതൊരധിക ചെലവായില്ലോ അച്ചു. എന്താ നോക്കണോ? വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ ആരാട്ടോ പോയത്? അതെന്റെ അമ്മായിയപ്പനാ. ഏ? വിളിക്കോ അയാളെ. അയാളില്ലെന്ന്, സാബുവിനെ. അവനെന്ന് ഞാൻ കൊല്ലും. അച്ഛൻ എന്നെ കൊന്നാലും ശരി, സന്ധ്യ എനിക്ക് മറക്കാനാവില്ലച്ചോ. അതെന്താ? അത്രയ്ക്ക് ആത്മീയമായ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ആത്മീയോ? ആ. അപ്പൊ ഭൗതികല്ലേ? എങ്കിൽ എന്റെ മോര് കാര്യം ചെയ്യും, വേഗം നീ ഒരു അച്ഛനാവാൻ നോക്ക്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന്റെ അച്ഛനാവാന്നൊക്കെ പറയുന്നത് മോശമല്ലേ അച്ചോ? അയ്യടാ, നിന്റെ ഒരു പൂതി സെമിനാരിൽ പോയി ചേരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇതാണല്ലേ ആത്മീയം. നീ എന്നെയാണോ ആത്മീയം പഠിപ്പിക്കാൻ പോകുന്നത്? 7 കൊല്ലം സെമിനാരിയിൽ ആത്മീയം പഠിച്ചിട്ട് ഈ അടുത്തുവരെ ആത്മീയം എന്റെ കയ്യിൽ വിട്ടു പോകുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിനക്കൊക്കെ ഒരു ദിവസം കൊണ്ട് ആത്മീയം ഉണ്ടാവുന്നത്? അതൊന്നും പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ല. അച്ഛന് മനസ്സിലാവും, പക്ഷെ സന്ധ്യയുടെ അച്ഛൻ ചെറിയാച്ചന് മനസ്സിലാവില്ലല്ലോ. ചെറിയാച്ചൻ ചില്ലറക്കാരനൊന്നും അല്ല, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഇന്നിനി സരള വരുമെന്ന് എനിക്ക് തോന്നുന്നു. നിന്നെ കാണാൻ സരള വരാന്ന് പറഞ്ഞു. സരള ബസ്സാണടാ. എന്റെ തൊണ്ട ആകെ പ്രോബ്ലം ആയിരിക്കാം. എന്തോ നാളെ ആണെങ്കിൽ സെന്റ് തെരേസസ് കോളേജിൽ പ്രോഗ്രാം ഉള്ളതാ. ആ ജിമ്മി അവിടെ പോയി കിടക്കുക. ശരിക്കും റിഹേഴ്സൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ആകെ ചൂടായിരിക്കുക. പെമ്പിള്ളേരുടെ കോളേജ് ആയതുകൊണ്ട് അവൻ റിഹേഴ്സലിന് വന്നില്ലെങ്കിലും പ്രോഗ്രാമിന് വരാതിരിക്കില്ല. വല്ലതും തരണേ സാർ. സാർ റിവേഴ്സ് എടുക്ക്. എന്താ കാര്യം? എന്റെ തനിച്ചുള്ള മിമിക്രി ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും. യുവമാരാ ആളുകളാണ് യുവമാരെ അങ്ങനെ വിട്ടൂടാ. നീയൊക്കെ ചേർന്ന് എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കുമല്ലോ. ആര് മുടക്കി? എന്ത് മുടക്കി? എപ്പോ മുടക്കി? ആരുമായിട്ടാണ് എന്റെ പെങ്ങൾക്ക് പ്രേമം? അത് നിങ്ങളുടെ പെങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. യവനുമായിട്ടാണെന്ന് എന്താ
താനെന്തിനാ ഓടിയത്? എനിക്കറിയില്ല നിങ്ങൾ എന്തിനാ ഓടിയത്? ഞാൻ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിയതാ. കൂട്ടത്തില് എന്നെ രക്ഷിക്കണ്ടേ? പ്രേമിച്ചടക്കം അവനും ഓടാം നമ്മൾ പ്രേമിക്കേ. ഏയ് പ്രേമൊന്നുമല്ല, അത് നമ്മുടെ ബന്ധുക്കളിലെ പുതിയ ഐറ്റമാണ്. അതായത് പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തരെ അൽസേഷൻ ആയിട്ട് ഓടിക്കുന്നത്. വാതിൽ മുട്ടോ എന്തോ എനിക്ക് തല കറങ്ങുന്നു. മുട്ടണ്ട, ഞങ്ങൾ കീഴടങ്ങി, ഇനി ഉപദ്രവിക്കരുത്. വാതിൽ തുറക്കടോ. ഞാനാ അച്ഛനാ. അച്ഛനാ? അവരല്ല. എന്താടോ കാര്യം? ഞങ്ങൾ എല്ലാവരും കൂടി വെറുതെ ഒന്ന് ഓടി നോക്കിയതാ. വെറുതെ ഓടിക്കളിക്കാൻ ഇതെന്താ കോളേജ് ഗ്രൗണ്ടോ? എക്സർസൈസ് കഴിഞ്ഞ് റിഹേഴ്സൽ തുടങ്ങാമെന്ന് കരുതി. എക്സർസൈസ് ചെയ്യുമ്പോ നിലവിളിക്കാറുണ്ടോ? അത് ശബ്ദം ശരിയാക്കാൻ വേണ്ടി സാധകം ചെയ്തതാണോ? അയ്യോ രക്ഷിക്കണേ, ഓടി വരണേ, കൊല്ലല്ലേ. നിർത്തണം. ഇവിടെ സാധകവും മോദവും ഒന്നും വേണ്ട, മിമിക്രി മാത്രം മതി. ഇവനെന്ത് പറ്റി? പൂവാറായ? ഊണ് കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം. എന്താ പിന്നെ കിടന്നടോ? ഓ ഇപ്പൊ ഇല്ല, രാവിലെ അല്പം. ഓ എന്താ എല്ലാവരും ഇവിടെ കൂടി നിൽക്കണേ? ഇവിടെ എന്താ വല്ല പാമോയിനും കൊടുക്കണ്ടോ? ഇതെന്താ മാവേലി സ്റ്റോറാണോ? പോയോ?